CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയെ പിന്തുണയ്ക്കാൻ ബംഗാൾ ഘടകത്തിൽ ധാരണ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവളയ്ക്ക് വേണ്ടിയും ചരടുവലിയുണ്ട്. പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുത്തലത്ത് ദിനേശിനും TP രാമകൃഷ്ണനും സാധ്യതയേറുന്നു. വനിതകളിൽ PK സൈനബയോ ഡോക്ടർ TN സീമയോ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കും. രാഷ്ട്രീയ സംഘടനാ നിലപാടുകളെക്കാൾ പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നതാണ് CPM മധുര പാർട്ടി കോൺഗ്രസിനെ മഥിക്കുന്ന ചോദ്യം. 75 വയസ്സ് നിബന്ധനയിൽ PBയിൽ നിന്ന് 7 പേർ ഒഴിവാകുന്നതിനാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കുമെന്നതിൽ പാർട്ടിക്കും ആശയക്കുഴപ്പമുണ്ട്. കേരള ഘടകത്തിൽ നിന്നുള്ള PB അംഗം MA ബേബിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും കേരള നേതൃത്വത്തിലെ ഒരു വിഭാഗം MA ബേബിക്ക് വേണ്ടി രംഗത്തുണ്ട്. കേരളം കഴിഞ്ഞാലുള്ള പ്രബല ഘടകമായ ബംഗാളും ബേബിയെ പിന്തുണയ്ക്കുന്നു. ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ജനറൽ സെക്രട്ടറിയായി വരണമെന്നതാണ് ബംഗാളിലെ നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റു നേതാക്കൾക്കും സഹായകരമായ നിലപാടാണ്. അശോക് ധാവളെ, BV രാഘവലു, മുഹമ്മദ് സലീം എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റു പേരുകൾ. ഇപ്പോൾ തന്നെ കേരള പാർട്ടി എന്ന ആക്ഷേപമുള്ളതിനാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള PB അംഗം അശോക് ധാവളെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. പോളിറ്റ് ബ്യൂറോയിലേക്ക് മറിയം ധാവളെ, ബിജു കൃഷ്ണൻ, U വാസുകി, P ഷൺമുഖം, അരുൺകുമാർ, AR സിന്ധു, EP ജയരാജൻ, KK ശൈലജ, ശ്രീദീപ് ഭട്ടാചാര്യ, ജിതേന്ദ്ര ചൗധരി എന്നിവരെയാണ് പരിഗണിക്കുന്നത്. കേരളത്തിൽ നിന്ന് ദിനേശൻ പുത്തലത്തും TP രാമകൃഷ്ണനും PK സൈനബയും ഡോക്ടർ TN സീമയും പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കും. PK ബിജു, VN വാസവൻ, PA മുഹമ്മദ് റിയാസ്, J മേഴ്സിക്കുട്ടിയമ്മ എന്നിവരെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ബംഗാൾ ഘടകം MA ബേബിയുടെ പേരിനെ പൊതുവിൽ പിന്തുണയ്ക്കുന്നെങ്കിലും ബംഗാൾ ഘടകത്തിലെ ഒരു വിഭാഗം അശോക് ധാവളയ്ക്ക് വേണ്ടിയാണ് രംഗത്തുള്ളത്. ഇന്ന് രാത്രിയും നാളെയുമായി നടക്കുന്ന ചർച്ചകളിൽ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച സംസ്ഥാന ഘടകങ്ങളുടെ നിലപാട് കൂടുതൽ വ്യക്തമാകും. മധുരയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R ശ്രീജിത്ത്, 24.